സ്തുതിച്ചാട്ടെ ശക്തിയോടെ. യെസ്, കരമടിച്ച് ശക്തിയോടെ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാ പ്രാകൃതേരം ജാരന്മാര് വരിക്കുമോ വത്സല. പണ്ട് നിന്നെ പിരിഞ്ഞി ലോകയാ പ്രാകൃതേരം ജാരന്മാര് വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ. സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരനോ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാ പ്രാകൃതേരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല. പ്രിയനെപ്പോൾ സുന്ദരൻ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല മേലാലും ഞാൻ. വിശ്വാസത്തോടെ പ്രിയനെപ്പോൾ സുന്ദരൻ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല. ഓ സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാ പ്രാകൃതേരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നൊരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം. ഹല്ലേലൂയ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നൊരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുവിൽ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാ പ്രാകൃതേരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ തൂവീള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുക. ഹല്ലേലൂയ. വെള്ളത്തിൻ തൂവീള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുക. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാ പ്രാകൃതേരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാ പ്രാകൃതേരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിരുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിരുന്നേ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാ പ്രാകൃതേരം ജാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുക. ആമേൻ. എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുക. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപല്ലു തകർന്നതാകയാ. അവൻ കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപല്ലു തകർന്നതാകയാ. ഇനി വെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ
യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അവൻ മണ്ണിലല്ലേ നിത്യവാസമന്റെ, മണ്ണിലല്ലേ നിത്യവാസമന്റെ മുന്നിൽ മഹത്വത്തിനാ. ഇനി വെണ്ണില വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെന്നെ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ഈ രാത്രി ദൈവിക സാന്നിധ്യത്തിനാകട്ടെ. ദൈവസഭ കേരള സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറിയും ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായി ദൈവം സ്വദേശത്തും വിദേശത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്റർ PC ചെറിയാൻ അവറുകളാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഒരു മുഖവര പറഞ്ഞ് കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തേണ്ടുന്ന കാര്യമില്ല. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനാണ്. ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവൻ വചനം സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ദൈവസ്ഥലിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും കൂടെ കരമടിച്ച് കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ക്ഷണിക്കാം. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന സുവിശേഷ മഹായോഗത്തിൻ്റെ കടശി രാത്രിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ BT ജോയ്, ദൈവസഭയുടെ ഈ സെൻറ്ററിൻ്റെ ശുശ്രൂഷകനും കേരള സ്റ്റേറ്റ് പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറും സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറുമായിരിക്കുന്ന എൻ്റെ സഹപാഠി കൂടെയായ പാസ്റ്റർ ബൈ ജോസ്, എൻ്റെ സമകാലികനായ പാസ്റ്റർ ക്രിസ്റ്റഫർ, ഈ സ്ഥലം സഭയുടെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന എൻ്റെ സെൻറ്ററിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി ഈ സഭയിലേക്ക് വന്ന ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ CC ജോസ്, വേദിയിലായിരിക്കുന്ന ക്രിസ്റ്റഫർ പാസ്റ്റർ, ജോർജ് കുട്ടി പാസ്റ്റർ, ബിനു സാം പാസ്റ്റർ, സ്റ്റാൻലി പാസ്റ്റർ ഉൾപ്പെടെ ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവഭൃത്യന്മാർക്കും വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന അനുഗ്രഹീത ഗായക സംഘം, പ്രിയ ജോസ് കലയപുരം നയിക്കുന്ന ടീം, കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ ദൈവജനം, ഈ മൈക്കിൻ്റെ ശബ്ദപരിധിയിൽ അങ്ങിങ്ങായി എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. ഭാരതം ലോകത്തിലെ കാണപ്പെട്ട 6 ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. ആ ഭാരതം അടുത്ത 5 വർഷം ആരെ ഭരിക്കണമെന്നുള്ളതിൻ്റെ വളരെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസംഗങ്ങൾ ഓരോ ഗ്രാമങ്ങളിൽ, കവലകളിൽ വിവിധ മുന്നണികൾ മാറി മാറി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തികച്ചും വ്യത്യസ്തമായി സർവ്വലോകത്തെയും അടക്കി ഭരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ലഭിക്കുന്ന ഈ അവസരം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ഈ യോഗം ഏറ്റവും അനുഗ്രഹമാകുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഞാനെത്തും മുമ്പേ ഇവിടെ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ സ്തുതി ആരാധന ഏറ്റെടുക്കുവാൻ നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്ന കർത്താവ് എല്ലാ മുഖങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പുറമെയുള്ള മുഖം എനിക്ക് കാണാം, പക്ഷെ നിങ്ങളുടെ അകമയുള്ള വിഷയങ്ങൾ കാണുവാൻ എനിക്ക് കഴിവില്ല. പക്ഷേ ഇന്ന് രാത്രി നിങ്ങളുടെ ഏറ്റവും അടുക്കം നിൽക്കുന്ന എൻ്റെ കർത്താവിന് നിങ്ങളുടെ മുഴുവൻ വിഷയങ്ങൾ അറിയാം. നീ ഇന്ന് രാത്രി ഏത് ഭാരത്തോടെ ഇവിടെ വന്നിരിക്കുന്നുവോ ആ വിഷയത്തിന് ഇന്ന് രാത്രി വ്യക്തമായ മറുപടിയും വിടുതലും തരുവാൻ കർത്താവ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്.
ആകെ തിരിച്ചു പ്രതീക്ഷിക്കുന്നത് നന്ദിയുള്ള ഒരു സ്തോത്രം, ഹൃദയത്തിൻ്റെ അകത്ത് നിന്നുയരുന്ന ഒരു സ്തോത്രം. അത് കർത്താവ് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്. നാം അത് കൊടുക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ കർത്താവ് തയ്യാറാണ്. വിശ്വാസമുള്ളവർ ചേർന്ന് ശബ്ദമുയർത്തി ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുമല്ലോ. ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി വളരെ സുപരിചിതമായൊരു വേദഭാഗം നമുക്ക് വായിക്കാം. ധന്യനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് എല്ലാവർക്കും ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ധന്യ നിമിഷത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ വരവ് താമസിച്ചതുകൊണ്ടും ഞങ്ങളുടെ വീണ്ടെടുപ്പിനാൽ അടുത്തതുകൊണ്ടും ഒരു രാത്രിയുടെ പ്രത്യാശയുള്ളവരായി പാതപിടമായിരിപ്പ കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ലഭിച്ച വചനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവവചനവാതിൽ ഞങ്ങൾക്കായി സ്വർഗം തുറക്കണമേ. എതിരായി ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക പോരുകളെ, ഇരുട്ടിൻ്റെ ശക്തികളെ നിന്റെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. മുഴുമകത്വം ഈ രാത്രി അങ്ങെടുക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു പ്രാവശ്യം കൂടെ ആ വേദഭാഗം വായിക്കുമല്ലോ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായിച്ചു ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ രാത്രി ദൈവസന്നിധിയിലായിരിക്കാം. ജനിച്ചവരുടെ ചരിത്രം കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടുത്തുന്ന രാഷ്ട്രപിതാവായ മഹാത്മജി ഉൾപ്പെടെ, ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായിരുന്ന ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ, ലോകത്തെ കിടുകിട വിറപ്പിച്ച മുസോളിനി, അലക്സാണ്ടർ തുടങ്ങിയ, ഹിറ്റ്ലർ തുടങ്ങിയ അനേകരുടെ ചരിത്രങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ അവരാരും ജനിക്കും മുമ്പേ അവരുടെ ചരിത്രം ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ജനിക്കുന്നതിന് ശതാബ്ദങ്ങൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ ചരിത്രം എഴുതി തുടങ്ങിയ ഒരാളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ മറ്റൊരുത്തനില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന കർത്താവിനെ സ്തുതിക്കട്ടെ. യേശു ജനിക്കുന്നതിന് 1600 പരം വർഷങ്ങൾക്ക് പുറകിൽ ജീവിച്ചിരുന്ന മോശ എന്ന ശക്തനായ പ്രവാചകൻ ഉൽപ്പത്തി പുസ്തകം എഴുതി തുടങ്ങുമ്പോൾ ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞു തുടങ്ങി. യേശുക്രിസ്തുവിൻ്റെ ഇഹലോക മനുഷ്യാവതാരത്തിന് 420 വർഷങ്ങൾക്ക് പുറകിൽ പഴയ നിയമ പുസ്തകത്തിന് തിരശ്ശീല വീഴുമ്പോൾ എഴുതിയ പ്രവാചകനായ മലാക്കി, നീതിസൂര്യൻ രോഗ ഉപശാന്തിയോടെ ഉദിക്കും എന്ന് പറഞ്ഞു നിർത്തുന്നത് വരെ 25-ലധികം പ്രവാചകന്മാർ നിരന്തരമായി ജനനം, ജനനസ്ഥലം, ശൈശവം, ജീവിതം, മരണം, കാൽവരി മരണം, അടക്കം, ഉയർപ്പ് എന്ന് വേണ്ട, യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ എഴുതിയ ചരിത്രമുണ്ടെങ്കിൽ അത് തിരുവെഴുത്തിൽ മാത്രമേ ഉള്ളൂ, യേശുവിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ആ ക്രൂശിനെ ഉയർത്തുന്നതിൽ മറ്റാരേക്കാളും അഭിമാനവും സന്തോഷവും എനിക്കുണ്ട്. സന്തോഷമുള്ളവർ കരമുയർത്തി ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ക്രൂശ് എന്ന് പറയുന്നത് അനീതി നിറഞ്ഞ ലോകത്തിനെതിരെയുള്ള എൻ്റെ ദൈവത്തിൻ്റെ വിധിയെഴുത്താണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് അനീതി കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ നീതിയുള്ള ദൈവത്തിൻ്റെ വിധിയെഴുത്താണ് ക്രൂശ് എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ക്രൂശിനെ ഉയർത്തുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉയരുന്ന സന്തോഷം നിന്റെ ജീവിതത്തിന് വിടുതലായി മാറുവാൻ ദൈവം ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ക്രൂശിൻ്റെ സാധ്യതകളെന്ന് ഈ രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ കേൾവിക്കാര് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒന്നാമതായി ഈ ക്രൂശിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ
ആ ക്രൂശ് എവിടെയാണെന്ന് കാണിച്ചിട്ട് ഞാൻ ഈ ക്രൂശിലേക്ക് മടങ്ങി വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ രാത്രി ഗാഗുൽത്താ മലയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ ലോകത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഒരു മലയായ ഗാഗുൽത്താ മല, യെരുശലേം ദേവാലയത്തിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന അകലത്തിൽ കാണുന്ന ഗാഗുൽത്താ മലയിൽ ഇന്ന് രാത്രി ശ്രദ്ധിച്ചു നോക്കിയാൽ ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത 3 ക്രൂശുകൾ കാണാം. 3 ക്രൂശുകൾ, നടുവിലൊരു ക്രൂശ്, 2 സൈഡിൽ 2 ക്രൂശുകൾ. ഈ നടുവിലത്തെ ക്രൂശിൽ ഒരു മരണം സംഭവിച്ചു, ഇടത്തെ ക്രൂശിൽ ഒരു മരണം സംഭവിച്ചു, മലത്തെ ക്രൂശിൽ മറ്റൊരു മരണം സംഭവിച്ചു. 3 മരണങ്ങൾ, 3 ക്രൂശുകൾ. ഒന്നാമത്തെ മരണം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണമാണ്. പാപമില്ലാത്തവനായി ജനിച്ച് പാപമില്ലാത്തവനായി ജീവിച്ച് മുഴു ലോകത്തെ നോക്കി നിങ്ങളിൽ ആർക്ക് പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്താമെന്ന് മുഴു ലോകത്തെ വെല്ലുവിളിച്ചിട്ട് പാപമില്ലാത്തവനായി ക്രൂശിന്മേൽ മരിച്ച് സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തിയ യേശുവിന്റെ ക്രൂശ് നടുവിലെ ക്രൂശായി നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് മറ്റൊരു ക്രൂശുണ്ട്. ഒരു നീചനായ, ഒരു കുലപാതകനായ, ഒരു പാപിയായ മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ദുഷ്പ്രവർത്തിക്കാരിലൊരുവൻ. ദുഷ്പ്രവർത്തിക്കാരിലൊരുവൻ, അവനെ കുറിച്ചുള്ളതായ ക്രൂശ് നോക്കിക്കേ. പാപത്തിൽ അവന്റെ അമ്മ അവനെ ഗർഭം ധരിച്ച്, പാപത്തിൽ ഉരുവായ മനുഷ്യൻ, പാപത്തിൽ പിറന്ന് പാപം നിറഞ്ഞ ലോകത്തിൽ പാപിയായി വളർന്ന് പാപിയായി ജീവിച്ച് പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് മരിക്കുന്നതിന് തൊട്ടു മുമ്പേ രക്ഷകനെ കണ്ണുകൊണ്ട് കണ്ടിട്ടും, കയ്യെത്തുന്ന അകലത്തിൽ കിടക്കുന്ന രക്ഷകനെ കണ്ടിട്ടും രക്ഷ പ്രാപിക്കാൻ കഴിയാതെ രക്ഷകനെ ദൂഷിച്ച് പാപത്തിൽ മരിച്ച് നരകത്തിലേക്ക് പോയ ഒരു നശിച്ച മനുഷ്യൻ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കണമേ. തൊട്ടടുത്ത് മറ്റൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ നോക്കിക്കേ. ആ മനുഷ്യൻ പാപത്തിൽ അവന്റെ അമ്മ അവനെ ഗർഭം ധരിച്ചു. അവൻ പാപിയായി ജനിച്ച് പാപിയായി ജീവിച്ച് പാപത്തിന്റെ ശിക്ഷയായ മരണത്തിന് കാൽവരി കൊലമരത്തിൽ അവൻ ആണികളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അതേ കയ്യെത്തുന്ന അകലത്തിൽ കണ്ണുകൊണ്ട് രക്ഷകനെ കണ്ടിട്ട് മരിക്കുന്നതിന് 1 സെക്കൻഡ് മുമ്പേ മരണം അവനെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്നതിന് 1 സെക്കൻഡ് മുമ്പേ രക്ഷകനെ ഹൃദയത്തിൽ രാജാവായി സ്വീകരിച്ചിട്ട് നരകം മാറി പറുദീസ കിട്ടിയ മനുഷ്യൻ. കരമടിച്ചൊരു നിമിഷം ദൈവത്തെ സ്തുതിക്കണമേ. ഇന്ന് രാത്രി ആ ക്രൂശ് ഇവിടെ ഉയർത്തുമ്പോൾ അതേ ലോകത്തിന്റെ മുഴുവൻ ജനത്തെ നോക്കി ധന്യനായ പൗലോസ്ലീഹ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഉയർത്തുന്ന ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവശക്തിയുമാ. ഇന്ന് രാത്രി ഞാൻ ക്രൂശ് ഉയർത്തുമ്പോൾ രക്ഷിക്കപ്പെട്ടവന്റെ അകത്ത് ദൈവശക്തി നിറയണം. സാധാരണ ശക്തിയല്ല, കോട്ടകളെ ഇടിപ്പാൻ ഉൾനട്ട ദൈവശക്തി ഇന്ന് രാത്രി ക്രൂശിലൂടെ അകത്ത് ലഭിക്കുവാൻ വിശ്വസിക്കുന്നവർ ഒന്നുകൂടെ നന്നായി ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ലോകത്തിലെ മുഴുവൻ മനുഷ്യരെ ധന്യനായ പൗലോസ് എന്ന ശ്രേഷ്ഠനായ അപ്പോസ്തലൻ 2 ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം. അപ്പോൾ ഒരു വിഭാഗം ജനത്തെ പൗലോസ് നശിക്കുന്നവരുടെ ഗണത്തിലും മറ്റൊരു കൂട്ടം ജനത്തെ പൗലോസ് രക്ഷിക്കപ്പെടുന്നവരുടെ ഗണത്തിൽ. 2 കൂട്ടരേ ലോകത്തിലുള്ളൂ. ഒന്ന് നശിക്കുന്നവർ, 2 രക്ഷിക്കപ്പെടുന്നവർ. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞു നിർത്തുമ്പോൾ നിങ്ങളിൽ ഏത് ഗ്രൂപ്പിലാണ് തീരുമാനിച്ച് ഉറപ്പ് പ്രാപിച്ച് ഇവിടുന്ന് പോകാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊരു താൽക്കാലിക ജീവിതമാണ്. പുസ്തകത്തിൽ 4 ആരംഭങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ ആരംഭം, ദൈവം തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപത്തിൽ സ്വന്തം കൈകൊണ്ട് തന്നെ ആരാധിപ്പാനായി ഉണ്ടാക്കിയെടുത്ത മനുഷ്യൻ. ആ മനുഷ്യാരംഭത്തെ ആദാമ്യ ആരംഭം എന്ന് പുസ്തകം പറയുന്നു. എന്നും വൈകിട്ട് വെയിലാറുമ്പോൾ പരിശുദ്ധനായ യഹോവയായ ദൈവം തൻ്റെ സ്വരൂപമായ സാദൃശ്യമായ മനുഷ്യനോടുകൂടെ പ്രമോദിക്കുവാൻ, സന്തോഷിക്കുവാൻ, സ്നേഹം പങ്കിടുവാൻ, അവനെ പാർക്കുവാനാക്കിയ തോട്ടത്തിൽ ഇറങ്ങി വരും. ആ തോട്ടത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ ഭവനമെന്നാണ്. ദൈവത്തിൻ്റെ ഭവനം. ദൈവത്തിൻ്റെ ഭവനത്തിൽ സ്വരൂപത്തിലാക്കിയ ആദമിനെയും ഔവയെയും കാണുവാൻ എന്നും ഇറങ്ങി വരുന്ന ദൈവം
ഒരു ദിവസം വെയിലാറിയപ്പോൾ തോട്ടത്തിൽ വന്ന്, പക്ഷേ തൻ്റെ സ്വരൂപവും സാദൃശ്യവുമായ മനുഷ്യനെ കാണുന്നില്ല. ദൈവം വിളിച്ചു, മനുഷ്യ നീ എവിടെ? ഇന്ന് രാത്രിയിലും ആ ചോദ്യം ഇവിടെ മുഴങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ദൈവമായി തന്നെ വെളിപ്പെട്ട് ഈ രാത്രി ഇവിടെ നിൽക്കുമ്പോഴും ദൈവത്തെ അംഗീകരിക്കാനും അനുസരിക്കാനും കഴിവില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ നോക്കി സൃഷ്ടിതാവായ ദൈവം ചോദിക്കുന്ന ചോദ്യം, ഏതനി മുഴങ്ങിയ ചോദ്യം. 6000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് രാത്രി മുളവനയിൽ ആവർത്തിച്ചു ചോദിക്കുന്നു, മനുഷ്യ നീ എവിടെ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ മറുപടി, ഞാൻ പാപം ചെയ്തതുകൊണ്ട്, ഞാൻ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട്, ഞാൻ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഒളിച്ചിരിക്കുകയാണ്. ഞാൻ നഗ്നനായി തീർന്നതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രി ദൈവജനമായിരിക്കണമേ. ദൈവ സാന്നിധ്യം ആരൊക്കെ വിട്ടിട്ടുണ്ടോ അവനെല്ലാം പരാജയത്തിലേ സമാപിച്ചിട്ടുള്ളൂ. വിവരിക്കാൻ ഇവിടെ സമയമില്ല. എനിക്ക് അനുവദിക്കപ്പെട്ട ഒരു സമയത്ത് ഞാൻ നിർത്തണമല്ലോ. ഈ പഴയ നിയമ പുസ്തകങ്ങളിൽ യോനയുടെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ശ്രദ്ധേയമായ 2 കാര്യങ്ങൾ 3 ആവർത്തിച്ചു പറയുന്നു. യോന ദൈവ സന്നിധി വിട്ട് ഓടിപ്പോയി. ഞാൻ ആ പുസ്തകം ആവർത്തിച്ചു വായിച്ചു. യോന പോയത് അവന്റെ വീട്ടിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ നിന്ന് അവൻ പോയിട്ടും പുസ്തകം എഴുതിയിരിക്കുന്നത് യോന വീട്ടിൽ നിന്ന് പോയെന്നല്ല, യോന ദൈവസന്നിധി വിട്ടുപോയി. അപ്പൊ എനിക്ക് മനസ്സിലായി, അവന്റെ വീട് ദൈവ സാന്നിധ്യമുള്ള വീടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചു വരുമ്പോൾ ദൈവ സാന്നിധ്യമുള്ള ഭവനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എന്റെ കൂടപ്പിറപ്പേ, നീ പാർക്കുന്ന ഭവനത്തിൽ TV ഇല്ലേ കുഴപ്പമില്ല, അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലേ കുഴപ്പമില്ല, കാർ പോർച്ചും കാറുമില്ലേ കുഴപ്പമില്ല, നീ പാർക്കുന്ന കുടിലാണെങ്കിലും അതിനകത്ത് ഞാൻ ഉയർത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ വിശ്വസിക്കപ്പെടാത്ത ദൈവത്തെ സ്തുതിക്കട്ടെ. യോനയുടെ ഭവനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. സാന്നിധ്യം വിട്ടുപോയ മനുഷ്യൻ ചെന്നകപ്പെട്ടത് ഒരു കപ്പലിന്റെ അടിത്തട്ടില. അവൻ കിടന്നുറങ്ങുകയാ. അവനെതിരെ കാറ്റടിച്ചു, അവനെതിരെ തിരകൾ പൊങ്ങി, അവനെതിരെ പടകുലഞ്ഞു. പടകിനകത്തുള്ള മുഴുവൻ പേരും അവനെതിരായി. എനിക്കൊരു കാര്യം മനസ്സിലായി സ്നേഹിത, ദൈവ സാന്നിധ്യം വിട്ടാൽ നീ ഒറ്റപ്പെടും. ദൈവ സാന്നിധ്യം വിട്ടാൽ എല്ലാവരും നിന്നെ നേരെ വിരൽ ചൂണ്ടും. ദൈവ സാന്നിധ്യം വിട്ടാൽ നിനക്ക് ആർക്കും വേണ്ടാത്തവനായി മാറും. എന്നാൽ ഇന്നത്തെ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ മടങ്ങി വന്നാൽ 1,20,000 പേര് ഒറ്റ ദൂതിൽ സാന്നിധ്യം അനുഭവിച്ചവന്റെ കൂടെ മടങ്ങി വരുമെങ്കിൽ ഇന്നത്തെ മുളവനയിൽ ആരെയോ നോക്കി സ്വർഗം വിളിച്ചു പറയുന്നു, സ്നേഹിത നീ എവിടെയാ? ദൈവ സാന്നിധ്യം വിട്ടകന്നു പോയെങ്കിൽ ഇന്ന് രാത്രി നീ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ദേശത്തോട് ആലോചന പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ വർക്കം പെരുകി. ഏത് വർക്കം? ദൈവ സാന്നിധ്യം വിട്ടുപോയ, പാപം ചെയ്ത് നഗ്നത വെളിപ്പെട്ട, തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട, മരണത്തിന് അധീനമായ ആദാമ്യ വർക്കം ഭൂമിയിൽ പെരുകി. ഭൂമിയിൽ മനുഷ്യൻ പെരുകിയ ഒപ്പം പാപവും പെരുകി. പാപം പെരുകിയ മനുഷ്യനെയും ഭൂമിയെയും വെള്ളം കൊണ്ട് നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. രണ്ടാമത്തെ ആരംഭം, വെള്ളത്തിൽ നിന്ന് വെള്ളത്താൽ ഉളവായ ഭൂമിയെ ദൈവം ന്യായവിധിയുടെ വെള്ളം കൊണ്ട് മൂടിയപ്പോൾ ഒരു മനുഷ്യന് കൃപ ലഭിച്ചു. ഇന്ന് രാത്രിയിലും കൺവെൻഷന്റെ സമാപന രാത്രിയിൽ അകത്തോ പുറത്തോ നിൽക്കുന്ന ഒരുവന് കൃപ ലഭിച്ചാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ന്യായവിധിയുടെ പ്രളയത്തിന് മുമ്പേ അല്ലെ സൂക്ഷിക്കുവാൻ കരുത്തുള്ള ഒരു ദൈവത്തെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഏറ്റെടുക്കുന്നവർ കരമടിച്ചൊരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. ഏത് ന്യായവിധിയിലും കൃപ ലഭിച്ചവരെ സൂക്ഷിക്കുവാൻ എന്റെ ദൈവശക്തനോ.
ഹല്ലേലൂയ. രണ്ടാമത്തെ ആരംഭം. ഒന്നാമത്തെ ആരംഭം 2 തുടങ്ങി, ലക്ഷങ്ങളായി ഒരു പ്രളയത്തിൽ നശിച്ചെങ്കിൽ രണ്ടാമത്തെ തുടക്കം 8 തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. നോഗയുടെ ആരംഭം. നോഗയുടെ ആരംഭം നന്നായി തുടങ്ങിയെങ്കിലും ഭൂമിയിൽ വീണ്ടും പാപം പെരുകി. ജീവനുള്ള ദൈവത്തെ ദൈവമായി കാണാൻ കഴിയാതെ, അക്ഷയനായ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ മനുഷ്യൻ, ക്ഷയമുള്ള മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി, പറവകൾ, മൃഗജാതി, മരം കൊണ്ടും കല്ലുകൊണ്ടുമുള്ളതിനെ ഉണ്ടാക്കി അവൻ ദൈവത്തെ മറന്ന് ഭജിച്ചതിനെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ന്യായവിധിക്ക് വേണ്ടി ദൈവം ഒരുങ്ങാതെ 8 നോക്കി ഒരു പ്രമാണം വെച്ചു. ഇനി കാർമേഘം ആകാശത്തിൽ ഉണ്ടാകുമ്പോൾ വെള്ളം കൊണ്ട് ഭൂമിയെ ഞാൻ നശിപ്പിക്കാതിരിക്കുവാൻ ഒരു മഴവില്ല് വെച്ചു എന്ന് പറഞ്ഞ ദൈവം ജനത്തിന്റെ പാപം കാണുമ്പോൾ ന്യായവിധി ഓർത്താലും, ഉടമ്പടിയുടെ മഴവില്ല് കാണുമ്പോൾ ന്യായവിധിയെ വെക്കാതെ മനുഷ്യനോട് കൃപയുള്ളവനായ ദൈവം ദയ തോന്നി ന്യായവിധി മാറ്റിയെങ്കിലും അതിനകത്തുനിന്ന് ദൈവം മൂന്നാമത്തെ ഒരു തുടക്കം തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പാപം പെരുകി, ജനം പെരുകിയ ദേശത്തിന് നടുവിൽ ഒരു കൽദയ പാരമ്പര്യക്കാരനായ ഒരു മനുഷ്യനെ മെസൊപ്പൊട്ടേമിയയുടെ ഊരിൽ നിന്ന് എന്റെ ദൈവം പേര് ചൊല്ലി വിളിച്ചു. ഇന്ന് രാത്രിയിലും ഏത് അന്യാരാധന പെരുകിയ മണ്ഡലമായാലും അതിന് നടുവിൽ ദൈവത്തിന് വേണ്ടിയവനെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു മഹാ ദൈവം ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കൽദയനായ മനുഷ്യൻ, ഒരു വിഗ്രഹാരാധിയായ മനുഷ്യൻ, അവന്റെ അപ്പൻ വിഗ്രഹങ്ങളുടെ ഹോൾസെയിൽ വ്യാപാരി, വിഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ഒരു ഫാക്ടറി സ്വന്തമായുള്ള മനുഷ്യൻ. ആ മനുഷ്യന്റെ ഹോൾസെയിലായി പ്രൊഡക്റ്റ് ചെയ്യുന്ന ദൈവങ്ങളെ റിട്ടെയിലായി വിൽക്കുന്ന മകൻ അബ്രഹാമിനെ ഒരു നട്ടുച്ച നേരത്ത് ദമസ്കോസിന്റെ പടിവാതിക്കൽ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന വെളിച്ചം കൊണ്ട് ശൗലിനെ പൗലോസാക്കി അതേ വെളിച്ചം, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെളിപ്പെട്ട അതേ വെളിച്ചം ഒരു നട്ടുച്ച നേരത്ത് മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് വെളിപ്പെട്ടു. ഏത് കാലത്തും ദൈവത്തിന് വേണ്ടിയവനെ ഒരു വെളിച്ചം കൊണ്ട് വേർതിരിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇരുട്ടിലിരുന്ന ദേശം വലിയൊരു വെളിച്ചം കണ്ടു. ഇന്ന് രാത്രിയിലും അനേക ശബ്ദങ്ങളുടെ ഇടയിൽ ഈ ശബ്ദം കേൾക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് നിന്നെ ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കുവാനാ. മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. മൂന്നാമത്തെ ആരംഭം അബ്രഹാമിൽ തുടങ്ങി. ആ ആരംഭം പ്രൈസ് ദി ലോർഡ്. യഹൂദൻ എന്ന ദൈവത്തിന്റെ പ്രത്യേക ജാതിയെ ഉളവാക്കി. അതിനകത്തൂടെ മാനവകുലത്തിന്റെ രക്ഷകനായ യേശു യഹൂദ ഗോത്രത്തിലെ സിംഹമായി പിറന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാമ്യ സന്തതി മത്സരികളായി. മന്ന കൊടുത്തിട്ടും മന്ന അകത്തിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് പിറുപിറുത്ത ഒരു ജനം. കാടയെ കൊടുത്തിട്ടും ഇറച്ചി പലിനട ഇരിക്കുമ്പോൾ ദൈവത്തോട് പിറുപിറുത്ത ഒരു ജനം. പാറയിലെ വെള്ളം കൊടുത്തിട്ടും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് മത്സരിച്ച ഒരു കൂട്ടം ജനം. ഈ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ദൈവം നാലാമത്തെ ഒരു ആരംഭം കുറിച്ചു. ആ ആരംഭം കുറിക്കുവാൻ ഒരു വിഗ്രഹാരാധിയായ അബ്രഹാമിനെ അല്ല വിളിച്ചത്. ആ ആരംഭം കുറിക്കുവാൻ കൃപ ലഭിച്ച ഒരു നോഹയല്ല വിളിച്ചത്. ആ ആരംഭം കുറിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ മടിയിൽ പ്രമോദിച്ചു കൊണ്ടിരുന്ന തൻ്റെ പുത്രനെ ഈ പാപം നിറഞ്ഞ ലോകത്തിലേക്ക് ദൈവം വലിച്ചെറിയുകയുണ്ടായി. ഇന്ന് രാത്രി എനിക്ക് ഉയർത്തുവാനുള്ളത് അബ്രഹാമിനെയല്ല, നോഹയല്ല, ആദാമിനെയല്ല, പാപം പെരുകിയ ലോകത്തിൽ പാപത്താൽ തകർന്ന മനുഷ്യനെ രക്ഷിപ്പാൻ. ഓ, വിശ്വസിക്കുന്നവർ നന്നായി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി എൻ്റെ യേശു ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു.
ഇവിടെ ഒത്തിരി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിൽ ഒരു രാജാവ് മരിച്ചു. രാജാവ് മരിച്ചപ്പോൾ രാജാവിൻ്റെ മരണത്തെക്കുറിച്ച് പത്രത്തിൽ വന്നത് നിര്യാതനായെന്നോ മരിച്ചെന്നോ കാലം ചെയ്തൊന്നുമല്ല. ഇന്നത്തെ ഒരു തിരുമേനി മരിച്ചു, ഓർത്തഡോക്സ് സഭയുടെ, അത് കാലം ചെയ്തെന്ന് എഴുതിയേക്കുന്നു. സ്തോത്രം. എന്നാൽ രാജാവ് മരിച്ചപ്പോൾ നാട് നീങ്ങുന്ന എഴുതിയേക്കുന്നു. നമ്മളൊക്കെ മരിക്കുകയാണെങ്കിൽ നിര്യാതനായെന്ന് എഴുതും. പ്രൈസലോ. അപ്പോൾ ഒരാൾ സ്വാഭാവികമായി മരിച്ചാൽ അത് സ്വാഭാവിക മരണമാണ്. ഒരാൾ ആക്സിഡൻറ്റ് മരിച്ചാൽ അത് അപകട മരണമാണ്. ഒരാൾ ആത്മഹത്യ ചെയ്താൽ അത് ആത്മഹത്യ മരണമാണ്. ഇവിടെ TP ചന്ദ്രശേഖരനെ 56 വെട്ടുവെട്ടി കൊന്നപ്പോൾ അതിന് പത്രമിട്ട പേര് രക്തസാക്ഷി മരണമെന്ന. പാർട്ടിക്ക് വേണ്ടി ഒരാൾ മരിച്ചാൽ അത് രക്തസാക്ഷി മരണമാണ്. ഇവിടെ രാജീവ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നവരെ കോടതി വിധിച്ച് തൂക്കിക്കൊന്നാൽ അത് തൂക്കിക്കൊല്ലുകയാണ്. പക്ഷേ എൻ്റെ യേശുവിൻ്റെ മരണം ഈ പറയപ്പെട്ട മരണം ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ മരിച്ചവരെല്ലാം ജനിച്ചത് കൊണ്ട് മരിച്ചതാ. പ്രൈസ് ദി ലോർഡ്. മരിക്കാൻ വേണ്ടി ഇവിടെ ആരും ജനിച്ചിട്ടില്ല. ഇവിടെ ജനിച്ചവരെല്ലാം ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാ. എന്നാൽ മരിക്കാൻ വേണ്ടി ജനിച്ച ഒരാളെ ഉള്ളൂ. അത് 4ാമത്തെ തുടക്കമാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദാമ്യ തുടക്കം പരാജയപ്പെട്ടപ്പോൾ, നോഗൈക തുടക്കം പരാജയപ്പെട്ടപ്പോൾ, അബ്രഹാമ്യ തുടക്കം പരാജയപ്പെട്ടപ്പോൾ 4ാമത്തെ ഒരു തുടക്കം തന്റെ സ്വരൂപത്തിലിരുന്ന, തന്റെ മടിയിൽ പ്രമോദിപ്പിച്ച, സ്വർഗത്തെക്കാൾ ഉന്നതനായ, അവൻ മാത്രം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിച്ച, അവൻ മാത്രം അമർത്യതയുള്ളവനായ, നീതിയുള്ള ന്യായാധിപതിയായ എൻ്റെ യേശു നമ്മെ രക്ഷിപ്പാൻ നമ്മൊരുവനെ പോലെ ഈ താണലോകത്ത് ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. കാശ് കിട്ടുമ്പോൾ സ്വർണം കൊണ്ടോ തടി കൊണ്ടോ കഴുത്തെ തൂക്കാനുള്ള അല്ല കൂടപ്പുറപ്പെ കുരിശിൻ്റെ വില ഇന്ന് രാത്രി നീ അറിയണം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൂശിൽ എന്താണ് നിർവഹിക്കപ്പെട്ടതെന്ന് ഇന്ന് രാത്രി നാം അറിഞ്ഞേ ഇവിടുന്ന് പോകാവുള്ളൂ. എന്തിനാ ക്രൂശിതനായ കർത്താവിനെ നാം ആരാധിക്കുന്നതെന്ന് ഇന്നത്തെ അറിയാതെ ഇവിടുന്ന് ആരും പോകരുത്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ എൻ്റെ കർത്താവിനറിയാം. കർത്താവ് എല്ലാം കടം മേടിച്ചവനാ, സ്വന്തമായിട്ടൊന്നുമില്ലായിരുന്നു. ഈ ഭൂമിയിൽ വന്നപ്പോൾ സകലത്തെയും ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച കർത്താവ് ഈ ഭൂമിയിൽ വരുവാൻ വേണ്ടി ഒരു സ്ത്രീയുടെ ഗർഭപാത്രം കടമെടുക്കുകയായിരുന്നു. കടമെടുത്ത് ഗർഭപാത്രത്തിൽ ഉരുവായി ഉലകത്തിലേക്ക് പിറക്കുന്ന എൻ്റെ യേശു പിറക്കുവാൻ വീടില്ലാഞ്ഞതുകൊണ്ട് ഏതോ ഒരു മനുഷ്യൻ്റെ പുൽത്തൊഴുത്ത് കടമെടുക്കുകയായിരുന്നു. പിറന്നു വീണ യേശു വളർന്നു വന്നപ്പോൾ ₹1 കയ്യിലെടുക്കാനില്ലാത്തത് കൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന പുരുഷാരത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ തൻ്റെ കീശയിൽ ഒന്നുമില്ലാഞ്ഞതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു പണം കടം മേടിച്ച് അതിൻ്റെ 2 വശം കാണിച്ചിട്ട് പറഞ്ഞ്, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്ക്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുരുഷാരം 3 ദിവസമായി പ്രസംഗം കേട്ട് വിശന്നിരിക്കുന്നതിന് മനസ്സരിഞ്ഞത് ആഹാരം കൊടുക്കാം. പക്ഷേ തൻ്റെ കയ്യിൽ തൻ്റെ കലവറയിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് ഒരു കൊച്ചു ബാലകൻ്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും കടം മേടിച്ച് അപ്പത്തെ വാഴ്ത്തിയ 5000 വിശപ്പടക്കിയത്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എല്ലാവരും ഇന്നോവയിലും കോളീസിലും ആൾട്ടോയിലൊക്കെ ഇവിടെ വന്ന് യോഗം കേൾക്കുവാൻ, എന്നാൽ സഞ്ചരിക്കാൻ വാഹനമില്ലാഞ്ഞതുകൊണ്ട് ഏതോ ഒരു മനുഷ്യൻ്റെ കരുതക്കുട്ടിയെ കടമെടുത്ത എൻ്റെ യേശു സഞ്ചരിച്ചത്. എല്ലാവരും പെസക സ്വന്തം വീട്ടിൽ ആചരിക്കപ്പോൾ വീട്ടിൽ പെസക ഒരുക്കാൻ സ്വന്തമായി വീടില്ലാത്തതുകൊണ്ട് മനുഷ്യപുത്രന് ഭൂമിയിൽ തലചായിപ്പാൻ ഇടമില്ലാത്തത് കൊണ്ട് ഏതോ ഒരു മനുഷ്യൻ്റെ വീട് കടമെടുത്ത് ആ വീട്ടിൽ ആ പെസക ആചരിച്ചത്. ഓ, ഞാൻ ദൈവത്തെ എന്തിനേറെ അടക്കുവാൻ എല്ലാവർക്കും കല്ലറയും സെല്ലിലാറും പണിതിട്ടേക്കല്ലേ എന്ന് എൻ്റെ യേശുവിനെ അടക്കുവാൻ കല്ലറയില്ലാഞ്ഞത് കൊണ്ട് അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറ കടമെടുത്ത എൻ്റെ യേശുവിനെ അടക്കിയത്. ജനിച്ച ഗർഭപാത്രം മുതൽ അടക്കിയ കല്ലറ വരെ എല്ലാം കടമായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ദരിദ്രനായ നിന്നെ സമ്പന്നനാക്കുവാൻ സമ്പന്നനായ എൻ്റെ കർത്താവ് അനുഭവിച്ച ദാരിദ്ര്യം ഓർത്താൽ നിന്നെ കടങ്ങിയിരിക്കാൻ കഴിയും. ഇന്നത്തെ ആ കൃപ അനുഭവിക്കുന്നവർ കരമടിച്ചു നന്നായി ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. എല്ലാ കടമേടിച്ചവൻ
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒന്ന്, ക്രൂശിൽ ഒരു വിജയമുണ്ട്. അതാണ് നമ്മുടെ കുറിവാക്യം. ആ വാക്യം ഒന്നുകൂടെ വായിക്കണം ദേവദാസ. എന്താ ക്രൂശിലെ വിജയം? അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും, ചട്ടങ്ങളാൽ മനുഷ്യന് വിരോധവും, പ്രതികൂലവുമായിരുന്ന ന്യായവിധിയുടെ ന്യായപ്രമാണത്തിന്റെ കൈയെഴുത്തിനെ യേശു ക്രൂശിൽ വെച്ച് മായിച്ചിട്ട് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നടുവിൽ നിന്ന് നീക്കി. അടുത്ത വാക്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇതിനകത്ത് എനിക്ക് ഒത്തിരി പറയാനുണ്ടെങ്കിലും സമയം ഓടിപ്പോകുന്നു. ശ്രദ്ധിച്ചേ, ക്രൂശിലേക്ക് നോക്കിക്കേ. 3 ആണികൾ കാണാം. ഒന്ന്, പാപമെന്ന മനുഷ്യന്റെ മരണത്തിന് കാരണമായി തീർന്ന ആ കൊടിയ ശക്തിയുടെ മേൽ ഒന്നാമത്തെ ആണി തറച്ചു. പാപത്തെ അവൻ ക്രൂശിൽ തറച്ചു. 2, അനുസരണക്കേടിനാൽ അതിക്രമത്താൽ ശാപത്തിന് അടിമപ്പെട്ട മനുഷ്യൻ, അവന്റെ ശാപത്തെ രണ്ടാമത്തെ ആണി അടിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ഇന്ന് രാത്രി PC ചെറിയാൻ പേര് വിളിച്ച് മുന്നോട്ട് വന്നിട്ട് തലേ കൈവച്ച് ശാപം അഴിക്കട്ടെന്ന് പറയണ്ട. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് അവന്റെ ക്രൂശ് മരണം നീ അംഗീകരിച്ചാൽ നിന്റെ കുടുംബത്തിൽ വർഷങ്ങളായി തലമുറകളായിട്ടുള്ള ശാപം, എത്ര പഴകിയ ശാപമായാലും ഞാൻ ഉയർത്തുന്ന യേശുവിന്റെ ക്രൂശ് നിന്റെ ശാപത്തെ അഴിക്കുവാൻ മതിയായതാ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി പാരമ്പര്യമായി പിതാക്കന്മാർ മൂലം, മാതാക്കൾ മൂലം നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ ഞാൻ ഉയർത്തുന്ന ക്രൂശിന്റെ ശക്തിയാൽ, ഓ യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. കൂടെ കൂടെ അനർത്ഥം വരുത്തുന്ന ശാപമാണെങ്കിൽ, കൂടെ കൂടെ അപകടം വരുന്ന ശാപമാണെങ്കിൽ, കൂടെ കൂടെ പെടുമരണം എന്ന ശാപമാണെങ്കിൽ, തലമുറ ഗതി പിടിക്കാത്ത ശാപമാണെങ്കിൽ, നിന്റെ വീട്ടിൽ ഉമ്മൻ കിളിക്കുന്ന ശാപമാണെങ്കിൽ, ഇന്ന് രാത്രി എന്റെ യേശുവിന്റെ ക്രൂശ്, ഓ വിശ്വസിച്ചവർ വിടുതൽ പ്രാപിക്കട്ടെ. നിന്റെ കുടുംബത്തെ ബന്ധിച്ച, നിന്റെ ഭാവിയെ ബന്ധിച്ച, നിന്റെ തലമുറയെ കെട്ടിയ, നിന്റെ വഴിയടച്ച എല്ലാ ശാപത്തിന്റെ കെട്ടുകളെ ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശ് അഴിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ ആണി കാൽക്കലടിച്ചപ്പോൾ അവന്റെ ശത്രുവിനെ കാൽക്കീഴിലാക്കി, അവന്റെ തലയെ ചതച്ചിട്ട് എൻ്റെ യേശു മരണത്തിന്മേൽ ജയോത്സവം കൊണ്ടാടി. ഇന്നലത്തെ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മരണത്തിന്റെ മേൽ അവൻ ആ താണി തറച്ചിട്ട് അവൻ ചോദിച്ചു, ഹേ മരണമേ, മനുഷ്യന്റെ ഒടുക്കത്തെ ശത്രുവായ മരണമേ, നിന്റെ ജയം എവിടെ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന യേശുവിന്റെ ക്രൂശിൽ നിന്റെ മരണത്തിന് ജയമുണ്ട്, നിന്റെ പാപത്തിന് ജയമുണ്ട്, നിന്റെ ശാപത്തിന് ജയമുണ്ട്. ജയോത്സവം കൊണ്ടാടിയവന്റെ സ്തുതി തോറ്റവന്റെ സ്തുതിയല്ല. തോറ്റവൻ മൗനമായിരിക്കുമ്പോൾ, മരിച്ചവനെ പുലരിക്കുമ്പോൾ ജയിച്ചവന്റെ സ്തുതിക്ക് വ്യത്യാസമുണ്ട്. അകത്തു ജയം പ്രാപിച്ചവൻ ജയത്തിന്റെ ശക്തിയോടെ ഇന്നത്തെ ദൈവത്തെ ഒരു നിമിഷം നന്നായി സ്തുതിക്കട്ടെ. ഓ ഹല്ലേലൂയ. സർവാധികാരവും നമുക്കായിരുന്നു. യേശു പറഞ്ഞു, യഹോവയായ ദൈവം പറഞ്ഞു, മനുഷ്യ നീ സകലത്തിൻ്റെ മേലും വാഴണം. സിംഹം എന്ന വനത്തിലെ മൃഗങ്ങളുടെ രാജാവ് പേരില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. പേരില്ലാത്ത കാലത്ത് പേരിടാൻ സർവജ്ഞാനം കൊടുത്ത മനുഷ്യൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. വന്നപ്പോൾ കുഞ്ചിരോമം ഒതുക്കി, തല കുനിച്ച്, പേരിടുന്നത് വരെ മൗനമായി നിന്നിട്ട് പേരിട്ടപ്പോൾ മുഖത്തോട്ട് നോക്കി നന്ദി പറഞ്ഞേച്ച് പോയാളാ സിംഹം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉത്സവപ്പറമ്പ് മനുഷ്യനെയും താപ്പാനെയും കയാലെ പിടിച്ച് തുമ്പിക്കൈ കൊണ്ട് വിരട്ടി തലയിൽ നിലത്തും അടിക്കുന്ന ആന പേരില്ലാത്തൊരു സമയമുണ്ടായിരുന്നു. സ്തോത്രം. പേരില്ലാത്തതിനെല്ലാം പേരുണ്ടാക്കി കൊടുത്തത് മനുഷ്യനാണ്. സ്തോത്രം പറഞ്ഞേര്. അഡ്രസ് ഇല്ലാത്ത മുഴുവനും അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് മനുഷ്യനാണ്. പക്ഷെ എല്ലാത്തിനും അഡ്രസ് കൊടുത്ത മനുഷ്യൻ്റെ അഡ്രസ്സ് പോയി. ഒരു സ്തോത്രം പറഞ്ഞേര്. നിങ്ങൾ സ്തോത്രം പറഞ്ഞിരുന്ന് എനിക്കറിയാം.
സ്തോത്രം. ഞാൻ ആവർത്തിച്ച് പറയാം, സകലത്തിനും പേരിട്ട് സകലത്തിനും അഡ്രസ് കൊടുത്തത് മനുഷ്യനാ. കാരണം എല്ലാത്തിനും പേരിടാനുള്ള അധികാരം അവന് കൊടുത്തു. സകലത്തെയും അടക്കി വാഴുവാൻ അധികാരം കൊടുത്ത മനുഷ്യൻ ഒരു പഴത്തിനു വേണ്ടി, ഒരു നേരത്തെ വയറിൻ്റെ ആസ്വാദനത്തിനു വേണ്ടി, വായുടെ രുചിക്ക് വേണ്ടി അവൻ്റെ അധികാരം പോയി, അവൻ്റെ അവകാശം പോയി, മുഴുവൻ പിശാചിൻ്റെ കയ്യിൽ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വരെ സകലത്തെയും വാണവൻ്റെ മീതെ പിശാചു വാഴാൻ തുടങ്ങി. എന്നാൽ എൻ്റെ യേശു കാൽവറി നേടിയത് ആ വാഴുന്ന വാഴ്ചയെ, ആ അധികാരത്തെ ആയുധവർക്കം വെപ്പിച്ച് കീഴടക്കി. ഇന്ന് രാത്രി നിന്റെ പ്രതിയോഗിയായ പിശാചല്ല വലിയത്, ആത്മാവിൽ ആരാധിക്കുന്ന നീയാ വലിയവൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുന്നവന്റെ അകത്തൊരു ധൈര്യമുണ്ട്. ഇന്ന് രാത്രി എൻ്റെ പ്രതിയോഗിക്ക് ആയുധമില്ല. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ കാൽവറി ജയോത്സവം കൊണ്ടാടിയവൻ അവന്റെ ആയുധവർഗത്തെ താഴെ വെപ്പിച്ച് അതിന്മേൽ ജയോത്സവം കൊണ്ടാടിയവനാകയാൽ ഇന്ന് രാത്രി എനിക്കും നിനക്കും ക്രൂശിലൂടെ ഒരു ജയമുണ്ട്. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 ഒന്ന് വായിക്കണേ. ഫിലിപ്പിയ ലേഖനം 2:8. 2:8. ഫിലിപ്പിയർ 2:8 വേഗം വായിക്കണം. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഒരു സ്തോത്രം പറയണേ. ഇവിടെ വന്ന് കാലക്രമേണ കാര്യങ്ങളൊക്കെ നടത്തി ദൈവങ്ങളായ ഒത്തിരി പേരുണ്ട്. പക്ഷേ മരിക്കുന്നതിന് മുമ്പേ പത്രക്കാരും ടി വിക്കാരും ദൈവമല്ലെന്നും പാപിയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞേരെ. ഹല്ലേലൂയ. ഇവിടെ വന്ന് കയ്യിലിരിക്കുന്ന പൂവ് മേലോട്ടെറിഞ്ഞിട്ട് പൂ താഴോട്ട് വരാൻ 10 മിനിറ്റ് താമസിച്ച് ശൂന്യാകാശത്ത് നിശ്ചലമായി നിന്നപ്പോൾ മുളവനക്കാരെല്ലാം കൂടെ ദൈവമാക്കിയ ആളല്ല എൻ്റെ യേശു. സ്തോത്രം. പോക്കറ്റിൽ വെച്ച പൊതിക്കകത്തെ ഭസ്മം മേളിലോട്ടെറിഞ്ഞു. 10 മിനിറ്റ് ഭസ്മം താഴോട്ട് വരാതെ നിന്നപ്പോൾ അത് കണ്ട ജനമെല്ലാം കൂടെ ചേർന്ന് റാന്നിക്കാരെ ദൈവമാക്കിയ ആളല്ല എൻ്റെ യേശു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആന്ധ്രയിലോ ഗുജറാത്തിലോ കൊടുങ്കാറ്റുണ്ടായപ്പോൾ 10 വീട് വെച്ചു കൊടുത്തും മറ്റേ ആന്ധ്രാക്കാർ ദൈവമാക്കിയാണല്ലോ എൻ്റെ യേശു. പ്രൈസ് ദി ലോർഡ്. ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത് കൊണ്ടോ ചാരിറ്റി ആൻഡ് വെൽഫെയർ സ്കീം തുടങ്ങിയത് കൊണ്ടോ മേടിച്ചോരെല്ലാം കൂടെ ദൈവമാക്കിയ ആളല്ല എൻ്റെ യേശു. എൻ്റെ യേശു ജനിച്ചു കഴിഞ്ഞ ദൈവമാളല്ല, അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. കരമ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവമായിരുന്നിട്ട് ഉലകത്തിൽ മനുഷ്യാവതാരമെടുത്ത ഒരാളെ ഉള്ളൂ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ മറ്റൊരു തരല്ല. വിശ്വാസമുള്ളവർ ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമമാ. സന്തോഷവും ധൈര്യവും പ്രത്യാശയുള്ളവർ കരമടിച്ചൊരു നിമിഷം നന്നായി ഈ കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. അവൻ ദൈവമായിരിക്കെ. പ്രൈസ് ദി ലോർഡ്. അധികാരവും അവകാശവും നഷ്ടപ്പെട്ടു പോയ നമ്മെ, പിശാചിന്റെ വാഴ്ചയ്ക്ക് അധീനപ്പെട്ടു പോയ നമ്മെ വിടുവിപ്പാൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ താണലോകത്തിൽ വന്ന് പ്രൈസ് ദി ലോർഡ് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. 1 ക്രൂശിലൊരു വിജയമുണ്ട്, 2 ക്രൂശിലൊരു മരണമുണ്ട്. ശ്രദ്ധിച്ചു നോക്കണേ. ഇന്ന് രാത്രി ക്രൂശിൽ ഒരു മരണം, സ്വന്തം തോളിലേക്ക് തല ചായ്ച്ചിട്ട് ഉലകത്തെ നോക്കി ഒരു കാര്യം പറഞ്ഞു, എല്ലാം നിവൃത്തിയായി. മനുഷ്യ, നിന്റെ നഷ്ടപ്പെട്ടു പോയ അധികാരം, മനുഷ്യ നിന്റെ മേൽ വാഴുന്ന മരണം, മനുഷ്യ നിന്റെ മേലുള്ള ശാപം, മനുഷ്യ നിന്റെ മേൽ വാഴുന്ന പാപം, എല്ലാത്തിനുമുള്ള ശിക്ഷ എന്നിൽ നിവർത്തിയായി.
പാപക്ഷമയ്ക്ക് വേണ്ടി നീ ഇനിയും മെഴുകുതിരി കത്തിക്കണ്ട, അൽക്കട്ട കൂടെ പിടിക്കണ്ട, പിടിപ്പണം വാരണ്ട, നടപ്പന്തൽ കെട്ടണ്ട, ഉരുളി കമത്തണ്ട, കോഴിയെ വെട്ടണ്ട. എൻ്റെ മരണത്തെ നീ ഹൃദയത്തിൽ ധ്യാനിച്ച് അംഗീകരിച്ചാൽ ഇന്ന് രാത്രി നിന്റെ പാപം എത്ര കടിച്ചുമപ്പായിരുന്നാലും അത് രക്താംബരം പോലെ ചുമന്നിരുന്നാലും എൻ്റെ യേശുവിൻ്റെ കാൽവരി മരണത്തിൽ നിനക്ക് വിടുതലുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 3 കൊലോസ്യർ ലേഖനം 1-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യം. കൊലോസ്യർ 1:20. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും തന്നെ കൊണ്ട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഒറ്റ സ്തോത്രം പറഞ്ഞാട്ടെ. മനുഷ്യനോട് നിരപ്പില്ലാതെ, യാതൊരു കോംപ്രമൈസിങ്ങും ഇല്ലാതെ മനുഷ്യനെ തള്ളിക്കളഞ്ഞിട്ട് മടങ്ങിപ്പോയ ദൈവത്തെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതിനെ നിരപ്പിക്കുവാൻ, ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കലും യോജിക്കാൻ കഴിയാതെ അകന്നുപോയ മനുഷ്യനെയും അകന്നുപോയ ദൈവത്തെയും യോജിപ്പിക്കുവാൻ ക്രൂശിൽ തറച്ചിട്ട് ഒരു കൈ അതേ മഹാദൈവത്തിന്റെ തോളിലും ഒരു കൈ താണുപോയ നരകത്തിന് വിധിക്കപ്പെട്ട മനുഷ്യന്റെ തോളിലും വെച്ചിട്ട് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരേ ഒരു മധ്യസ്ഥൻ, ഒരേ ഒരു പാലം, അതെന്റെ യേശുവ. ഇന്ന് രാത്രി മറ്റൊരു മധ്യസ്ഥനില്ല. കരമുയ ദൈവത്തെ സ്തുതിക്കട്ടെ. ഉലകത്തിൽ എന്റെ യേശുവല്ലാതെ മനുഷ്യനെയും ദൈവത്തെ തമ്മിൽ യോജിപ്പിക്കുവാൻ മറ്റൊരു മധ്യസ്ഥനില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശു പറഞ്ഞു, കുഞ്ഞേ, ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ നീ ഒരു മധ്യസ്ഥനെയും തേടി പോകണ്ട, എല്ലാം എന്നിൽ നിവർത്തിയാ. പ്രൈസ് ദി ലോർഡ്. ആ രക്തം ഇന്ന് രാത്രി ഒഴുകുകയാ. PC ചെറിയാൻ 9 മണിയാകുമ്പോൾ പ്രസംഗം നിർത്തും. കാരണം ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും കോടതിക്ക് കിട്ടിയ നിയമം അനുസരിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ തന്നേക്കുന്നത് 9 ആകുമ്പോൾ നിർത്തും. ഞാൻ 9 നിർത്തും. നിങ്ങൾ ആശീർവാദം കേട്ട് വീട്ടിൽ പോകും. പക്ഷേ കർത്താവിൻ്റെ രക്തം ഈ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിയമം കൊണ്ട് ഞങ്ങളുടെ പ്രസംഗത്തിന് സമയം നിശ്ചയിക്കാം, പക്ഷെ സമയം നിശ്ചയിക്കാത്ത ഒന്നുണ്ട്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് രാവൊന്നോ പകലൊന്നും ഇല്ലാതെ നിയമത്തിന് വിധേയപ്പെടാതെ സകല നിയമത്തെ അതിജീവിച്ചുകൊണ്ട് ഇന്നിനകത്ത് സംസാരിക്കുന്ന ഒരു രക്തമുണ്ട്. അത് കാൽവറിയിൽ നിന്ന് ഒഴുകിയ രക്തമാ. വിശ്വസിച്ചവർ ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്നിനകത്ത് മനുഷ്യ വാക്കുകൾക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്, പക്ഷെ യേശുവിന്റെ രക്തത്തിന് സമയത്തിന്റെ പരിമിതിയില്ല. സകല മനുഷ്യരെ സ്നേഹിത സഹോദരി, നിന്റെ ദോഷം തന്നെ പറഞ്ഞാലും നീ സ്തോത്രം പറഞ്ഞു. എല്ലാവരും ദോഷം പറയുമ്പോൾ ഒരിക്കലും ദോഷം പറയാതെ ഗുണം മാത്രം പറയുന്ന ഒന്നുണ്ട്, അതെന്റെ യേശുവിന്റെ രക്തമാ. കാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന, ചേർന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്നത്തെ മനുഷ്യന്റെ ഗുണം മാത്രം പറയുന്ന, ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിവരിപ്പാൻ ഞാൻ സമയമെടുക്കുന്നില്ല. 4 എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചൊരു സ്തോത്രം പറഞ്ഞേ. ക്രൂശിൽ സന്തോഷമുണ്ട്. അടുത്തിരിക്കുന്ന വിശ്വാസത്തെ മുഖത്ത് നോക്കിയാൽ വല്ല സന്തോഷം ഉണ്ടോന്ന് നോക്കി ഒന്ന് ചിരിച്ച്. അങ്ങനെ ചിരിക്കുന്ന ആയുസിന് നല്ലതാണ്. ക്യാൻസർ മാറുമെന്നൊക്കെ പറഞ്ഞു, എനിക്കറിയത്തില്ല. സ്തോത്രം. ക്രൂശിൽ കിടന്നുകൊണ്ട് 2 ആണി കയ്യിലും 1 ആണി 2 കാലിലും ചേർത്തടിച്ചിരുന്ന് വിലാപ്പുറം കുത്തി തുറന്ന് പുറത്ത് 39 അടി കൊണ്ട് ഉഴവുചാൽ പോലെ കീറിയ 9 ചാട്ടവാറിൻ്റെ പാടുകൾ, തലയിൽ കൂർത്ത മുൾക്കിരീടം, പിഴുതുപറിച്ച രോമകൂപങ്ങൾ, കാർക്കിച്ചു തുപ്പിയ മുഖത്തെ മനുഷ്യൻ്റെ കഫം, കർണത്തടിച്ച പാടുകൾ എല്ലാം സഹിക്കുമ്പോഴും കർത്താവിൻ്റെ മുഖം നിങ്ങളുടെ കൂട്ടല്ലായിരുന്നു. കർത്താവിന് ഭയങ്കര സന്തോഷമായിരുന്നു. ക്രൂശിൽ സന്തോഷമാണ്. കർത്താവെ, ചാട്ടവാറിനടിച്ചിട്ടും 1 കുറയെ 40 അടി അടിച്ചിട്ടും മുൾക്കിരീടം തറച്ചിട്ടും കർണത്തടിച്ചിട്ടും രോമം പിഴുതു പറിച്ചിട്ടും
വിലാപ്പുറം കുത്തിത്തുളച്ചിട്ടും കൈകാലുകളിൽ ആണിയടിച്ചിട്ടും മുഖത്തെന്ന സന്തോഷം. ഉത്തരം നിങ്ങളെ കണ്ടതുകൊണ്ടാണ്. എൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെടുന്ന സഭയാകുന്ന കാന്തയെ ഞാൻ ആത്മാവി കണ്ടുകൊണ്ടാ ക്രൂശിൽ കിടക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ കണ്ട എൻ്റെ കർത്താവ് കാൽവറിയിൽ സന്തോഷിക്കാൻ കാരണം തൻ്റെ രക്തത്താൽ പാപം ക്ഷമിച്ച്, ശാപം ക്ഷമിച്ച്, ലംഘനം ക്ഷമിച്ച്, പാപം മറച്ച് വിശുദ്ധരാക്കപ്പെട്ട സഭയെ കണ്ടപ്പോൾ യേശു സന്തോഷിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ ക്രൂശിലൂടെ ഒഴുകിയിറങ്ങിയ സന്തോഷം നിന്റെ അകത്ത് നിറയണം. ഹല്ലേലൂയ. അവൻ്റെ സന്നിധിയിലെ സന്തോഷവും അവൻ്റെ വലതുഭാഗത്തെ പ്രമോദവും എന്നും അനുഭവിക്കണം. കൃപയിലേക്ക് വന്നത് വാടിയ മുഖവും താടിക്ക് കൈകൊടുത്ത് പണ്ടെങ്ങോ പെണ്ണ് പെറ്റ വീട്ടിലിരുന്ന അച്ചാനെ പോലെ ഇരിക്കാതെ, ചമ്പം കച്ചവടത്തിൽ നഷ്ടം വന്ന ആളിനെ പോലെ ഇരിക്കാതെ, ഈ രാത്രി കൃപയെ വന്നവൻ്റെ എല്ലാം മുഖത്ത് സന്തോഷം ഉണ്ടാകണം. എന്നാ സന്തോഷം? ഉത്തരം ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിൻ്റെ കൃപയാണ് കുഞ്ഞെ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം. സന്തോഷമുള്ളവർ കരമടിച്ച് നന്നായി അല്പനിമിഷങ്ങൾ ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി യേശുവിൻ്റെ ക്രൂശിൽ സഭയ്ക്ക് സന്തോഷമുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ, ഇവിടെ പറയേണ്ട കാര്യമല്ലെങ്കിലും, ഒരച്ചായന തീരെ അങ്ങ് അനുസരണക്കേടാ. 4 ആഴ്ച വരും, 3 ആഴ്ച വരത്തില്ല, പിന്നെ 7 ആഴ്ച വരും, അടുത്ത സഭയിൽ പോകും, പിന്നെ 2 ആഴ്ച വരും, ഇങ്ങനെ അങ്ങ് തുടരുക. ഈ കിളിത്തട്ടുകൾ തുടങ്ങിയിട്ട് 5-8 വർഷമായി. അപ്പം ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം പറഞ്ഞ് പാസ്റ്റർ ശിക്ഷിക്കാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് കനത്ത ശിക്ഷ കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സ്നേഹിത, എൻ്റെ പാപമല്ലോടെ ദൈവം ക്ഷമിച്ച് ഓർത്താൽ ഞാൻ ഈ മനുഷ്യനെ എങ്ങനെ ശിക്ഷിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരും കൂടി ചെന്ന് കർത്താവിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആയുസ് സ്റ്റേജിൽ കയറാൻ ഒക്കത്തില്ല. ഹലോ, നിങ്ങളുടെ അന്തരീക്ഷം പോയെന്ന് തോന്നുന്നു. പ്രൈസലോ. ആ പുള്ളി വരാതിരിക്കുകയും പോവുകയല്ല ചെയ്തോളൂ. എൻ്റെ കാര്യം ഇവിടെ കൊണ്ട് കൊമ്പിലോട്ട് വെച്ച് കർത്താവേ, ഈ പുള്ളിയാണോ പാസ്സാക്കിയെന്ന് നോക്കിയാൽ നേരമേ ഓർഡിനേഷൻ ക്യാൻസലാകും, റീവോക്ക് ചെയ്യും. മനസ്സിലായില്ല? എൻ്റെ കുഞ്ഞ്, ഇവിടെ വന്നിരിക്കുന്ന നിൻ്റെ യോഗ്യത കൊണ്ടൊന്നും അല്ലെന്ന്. നിന്റെ മൊത്തം കാര്യം നിരത്തി വെച്ചാൽ നീ ആയുസ് മനുഷ്യന് മുമ്പ് തല ഉയർത്തി നിൽക്കത്തില്ല. പക്ഷെ നിന്റെ എല്ലാ പാപങ്ങളും ഒരു നിമിഷം കൊണ്ട് ക്ഷമിച്ച് നിന്നെ വിശുദ്ധൻ്റെ ഗണത്തിലാക്കിയ, വിശുദ്ധിയുടെ ഗണത്തിലാക്കിയത് നിന്റെ യോഗ്യത നോക്കിയല്ല, കാൽവറിൽ ഒഴുകിയ രക്തത്തിൻ്റെ ശക്തിയ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിന്റെ സകല പാപങ്ങൾ ഒരു നിമിഷം കൊണ്ട് അവൻ ക്ഷമിച്ചു തന്നെങ്കിൽ ഇന്നത്തെ ക്രൂശിലെ സന്തോഷം നീ അനുഭവിക്കണം. നരകം മാറി സ്വർഗം കിട്ടിയത് കൊണ്ട്, മരണം നീങ്ങി ജീവൻ ലഭിച്ചത് കൊണ്ട്, അന്ധകാരം മാറി അത്ഭുത പ്രകാശിലായതുകൊണ്ട് ഇന്ന് രാത്രി സന്തോഷിപ്പാൻ വകയുണ്ട്. വീട് കിട്ടിയതും ജോലി കിട്ടിയതുമല്ല കൂടപ്പറപ്പേ. കൃപയിലെ സന്തോഷം എന്ന് പറയുന്നത്, കൃപയിലെ സന്തോഷം നിത്യം മരണം മാറി നിത്യജീവൻ കിട്ടിയതാ. കൃപയിലെ സന്തോഷം നിത്യ നരകം മാറി നിത്യ സ്വർഗം കിട്ടിയതാ. ഇന്ന് രാത്രി ആ കൃപ ലഭിച്ചവരൊക്കെ നന്നായി ദൈവത്തെ സ്തുതിക്കട്ടെ. ക്രൂശിലൂടെ അവൻ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വിശ്വാസി മക്കൾ ജയാളികളാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വായിക്കാം, സമയം പോന്നല്ലോ. ഗലാത്യലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നല്ല സ്തോത്രം പറഞ്ഞേ. ദൈവസഭ പ്രശംസിക്കുന്നെങ്കിൽ 100 അടി നീളവും 50 അടി വീതിയുള്ള ഹോള് കിട്ടിയാനല്ല. സ്തോത്രം. ഓടയിൻ്റെ ബിഷപ്പായ പാസ്റ്ററെ കിട്ടിയനുമല്ല, MDHും BDയും കിട്ടിയുള്ള പാസ്റ്ററെ കിട്ടിയനുമല്ല സന്തോഷിക്കേണ്ടേ. സഭയ്ക്ക് 2 ഓർഗൻ കിട്ടിയനല്ല സന്തോഷിക്കേണ്ടേ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനാ സന്തോഷിക്കേണ്ടേ? ഭക്തൻ പറയുന്നു, എനിക്ക് പ്രശംസിക്കണം. നാട്ടുകാർ പ്രശംസിക്കുന്ന നിലയിൽ പ്രശംസിക്കാനാണെങ്കിൽ എനിക്ക് അവരെക്കാളുള്ള ഒത്തിരി പറയാനുണ്ട്. ഞാൻ ഒട്ടും മോശക്കാരനൊന്നുമല്ല. ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണ്. അതിലെ ശ്രേഷ്ഠ ഗോത്രമായ ബെന്യാമീൻ ഗോത്രക്കാരനാണ്.
അതിൽ കൃത്യം 8-ാം നാൾ തന്നെ പരിചയനേറ്റവനാ. പ്രൈസലോ പ്രൈസലോ. പരീശന്മാരിൽ നിന്ന് ജനിച്ച പരീശന. അനേകർ റോമാപൗരത്വം വിലയ്ക്ക് വാങ്ങിച്ചപ്പോൾ ഞാൻ റോമാപൗരനായി ജനിച്ചവനാ. ഗമാലിയൽ എന്നെല്ലാവരും എഴുതി കാണത്തേ ഉള്ളൂ. ഞാൻ ഗമാലിയന്റെ പാതപെട ന്യായപ്രമാണം നന്നായി പഠിച്ചവനാ. നീതി സംബന്ധിച്ച് ഞാൻ സഭയെ ഉപദ്രവിച്ചവനാ. യോഗ്യത പറഞ്ഞ ഒത്തിരി ഉണ്ട്, പക്ഷേ എല്ലാം ചപ്പും ചവറുമാ. എനിക്കതിലൊന്നും പ്രശംസയില്ല. പ്രശംസിക്കാൻ ഒന്നെനിക്കുണ്ട്. ന്യായപ്രമാണത്തിന്റെ പരീക്ഷ പക്വതയിൽ നിന്ന് കൃപയിലേക്ക് എന്നെ കൊണ്ടുവന്ന് നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കിയ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. ഇന്ന് രാത്രി ക്രൂശ് അവഞ്ഞിയുടെ അല്ല കുഞ്ഞെ. ക്രൂശ് കാണുമ്പോൾ നീ മുഖം തിരിച്ചു പോകരുത്. ഇന്ന് പ്രശംസിപ്പാൻ ഒന്നുണ്ടെങ്കിൽ നിന്റെ പാപത്തെ തറച്ച, ശാപത്തെ തറച്ച, മരണത്തെ തറച്ച നിത്യ സ്വർഗം ഒരുക്കിയ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ക്രൂശിൽ ഒരു നിത്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുത്തെ ജീവിതം താൽക്കാലികമാ സ്നേഹിതരെ. ദേ, കണ്ടുപിടുത്തത്തിന് അത്യുച്ച കൂടുതല. വിരർത്തുമ്പേ ലോകമെല്ലാം പിള്ളേരുടെ കയ്യിരിക്കുക. അവിടെ സഭായോഗത്തിൽ വന്നാൽ ഇവന്മാർ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചുകൊണ്ടിരിക്കുക. എന്താ വരയ്ക്കുന്നത് നമുക്കൊരു പിടിയും കിട്ടത്തില്ല. സ്തോത്രം. ഇവന്മാർ നമ്മൾ പ്രസംഗിക്കുന്നതിനുള്ളതായ കമൻ്റൊക്കെ SMS കൂടെയും ഫേസ്ബുക്കിൽ കൂടെ വിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നിരുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ 239 യാത്രക്കാർ എയർപോർട്ടിൽ നിന്ന് 239 പേരെ കാറെ കൊണ്ടുവിട്ടവരെ കൈ കൊടുത്തു, ചുംബനം ചെയ്തു, ടാറ്റ പറഞ്ഞു. അടുത്ത ആഴ്ച വരാം, അടുത്ത മാസം വരാം, 40 ദിവസത്തെ ലീവുണ്ട്. ഈ യാത്രയിൽ കൊച്ചിൻ്റെ കല്യാണം നടത്തണം, വസ്തുവിൻ്റെ കടം വീട്ടണം, വീടിൻ്റെ ഡെഡിക്കേഷൻ നടത്തണം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പ്രതീക്ഷകളുമായി ഫ്ലൈറ്റിൽ കയറി. ഇന്ന് ദീർഘമായ ദിവസങ്ങൾ കഴിഞ്ഞു. 23 ദിവസമായി. സാറ്റലൈറ്റിൽ കുറേ പടം കടലിൽ നിന്ന് കിട്ടിയെന്നല്ലാതെ അത് അതിൻ്റെ ആണോന്ന് ആർക്കും ഒരു പിച്ചയുമില്ല. എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. നിന്റെ മൊത്തം കണക്കൂട്ടൽ തെറ്റാൻ 1 സെക്കൻഡ് മതി. നല്ല സ്തോത്രം പറയണേ. ഇന്നിനകത്ത് ഞാൻ ക്രൂശിനെ ഉയർത്തുന്ന കാര്യം മനസ്സിലായോ? നീ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ പറഞ്ഞു, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ, എൻ്റെ മോടെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ, എൻ്റെ വീടിൻ്റെ ഡെഡിക്കേഷൻ കഴിഞ്ഞേ വരത്തുള്ളൂ, ഞങ്ങളുടെ ഹോളിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞേ വരത്തുള്ളൂ, എൻ്റെ വസ്തുവിൻ്റെ ആധാരം എഴുതിയേ വരത്തുള്ളൂ, പുതിയ കാറ് മേടിച്ച് പോർച്ച് ഇട്ടേച്ചേ വരത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞ് കയറി 239 പേര് എന്ത് എന്ന് ലോകത്തിൽ ഇതുവരെ ആർക്കും അറിയത്തില്ല. ആരുടെ സാറ്റലൈറ്റ് കറക്റ്റ് പണം പിടിച്ചില്ല. സ്നേഹിത, അടുത്ത നിമിഷം നീ എന്ത് എന്ന് പോലും ലോകത്തിനറിയാതെ ഒരടക്കം പോലും കിട്ടാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടേക്കാം. പക്ഷേ ഇതിനകത്ത് മാറട്ടെ, ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾക്കൊരു നിശ്ചയമുണ്ട്. നിത്യത ഞങ്ങൾക്ക് ഉറപ്പാ. ക്രൂശിൽ കർത്താവിനെ തറച്ചത് കൊണ്ട് സഭയ്ക്ക് നിത്യത ഉറപ്പാ. പ്രത്യാശയുള്ളവർ കരമടിച്ച് ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ റബന ശബ്ദരദ റബ ശിഖരല റബ ബബ ബബ. ഹല്ലേലൂയ. എന്താ ദൈവസഭയുടെ പ്രത്യാശ എന്നറിയാമോ? ഇവിടുത്തെ എന്തെങ്കിലും കാര്യമോ ഒരു സെറിമണിയോ ഒന്നുമല്ല കൂടപ്പിറപ്പേ. ഒരു ഡെഡിക്കേഷനോ ഒരു സമർപ്പണമോ ഒന്നുമല്ല കൂടപ്പിറപ്പേ. നിത്യത ഞങ്ങൾക്ക് ഉറപ്പാ. ഹല്ലേലൂയ. നരകം നീങ്ങി, മരണം മാറി, ജീവൻ കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ അകത്ത് സന്തോഷമുണ്ട്. ഇന്നത്തെ കൺവെൻഷൻ എന്തിനാണെന്നറിയാമോ? ഇന്ന് രാത്രി നീ ഇതുവരെയും ഈ നിത്യജീവൻ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ഈ നിത്യരക്ഷ നീ പ്രാപിച്ചില്ലെങ്കിൽ, വരാൻ പോകുന്ന വലിയ ശിക്ഷയിൽ നിന്ന് ഇന്ന് രാത്രി രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം, മോശ മരുഭൂമിയിൽ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് പിടഞ്ഞ് മരിക്കുന്നവരുടെ മുമ്പിൽ മരണം നീങ്ങുവാൻ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മുള്ളവനെ ഇന്ന് രാത്രി ഞാൻ എൻ്റെ യേശുവിനെ ക്രൂശ് ഉയർത്തിയിരിക്കുകയാ. ഹല്ലേലൂയ. പിച്ചള സർപ്പത്തെ നോക്കിയവരെല്ലാം മരണം മാറി ജയം പ്രാപിച്ചെങ്കിൽ ഇന്നത്തെ ക്രൂശിലേക്ക് നോക്കുന്ന സ്നേഹിത, നിനക്കൊരു ജീവനുണ്ട്. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രായശ്ചിത്ത മരണം, മറുവിലയാഗം, ദൈവത്തിന്റെ കോപം മുഴുവൻ, മനുഷ്യവർഗത്തോടുള്ള കോപം മുഴുവൻ കാൽവറി ക്രൂശിൽ കിടക്കുന്നവരെ നേരെ ജ്വലിച്ചിറങ്ങിയപ്പോൾ പുത്രൻ വാവിട്ട് നിലവിളിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ,
നീ എന്തിനാ എന്നെ കൈവിട്ടത്? ഒരു പാപവും ചെയ്യാത്ത എന്നെ നീ എന്തിനാ കൈവിട്ടത്? ഉത്തരം, ഏദൻ മുതൽ കൈവിടപ്പെട്ടു പോയ മനുഷ്യനെ തിരികെ ചേർക്കുവാൻ പാപമില്ലാത്ത നിന്നെ ഒരു മറുവിലയാഗമായി, ഒരു പ്രായശ്ചിത്ത ബലിയായി അർപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. പുത്രനെ കാൽവറി തകർത്തുകൊണ്ട് തകർന്നു പോയ നിന്നെ, സ്വരൂപം നഷ്ടപ്പെട്ട നിന്നെ, രൂപമല്ലാതായിപ്പോയ നിന്നെ രൂപമാക്കുമ്പോൾ അവനെ നോക്കി പ്രവാചകൻ പറഞ്ഞു, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ രൂപനായി. നീതിസൂര്യനായ, ആയിരങ്ങളിൽ സുന്ദരനായ, പതിനായിരങ്ങളിൽ സുന്ദരനായ, വെണ്മയിൽ ചുമപ്പുമുള്ള, അവനൊപ്പം പറയാൻ ഒരാളില്ലാത്ത എൻ്റെ യേശുവിനെ കണ്ടവരൊക്കെ അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. കോമളത്വമില്ല, കണ്ടാൽ ആകർഷിക്കത്തക്ക സൗന്ദര്യമില്ല. നിന്നെ സൗന്ദര്യമുള്ളവനാക്കി മാറ്റുവാൻ, നിന്നെ കോമളത്വമുള്ളവളാക്കി മാറ്റുവാൻ, നഷ്ടപ്പെട്ട ദൈവസ്വരൂപം മടക്കി തരുവാൻ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രി ആ കാൽവറിയിൽ നിനക്ക് ജയമുണ്ട്, ആ കാൽവറിയിൽ വിടുതലുണ്ട്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ ക്രൂശിൽ ഞാൻ പ്രശംസിക്കുന്നു. ക്രൂശിതരിൽ ഞാൻ ആശ്രയിക്കുന്നു. നാഥ, എനിക്ക് വേണ്ടിയാണ് അങ്ങ് പ്രാകൃതനായി, രൂപഗുണമില്ലാത്തവനായി, കണ്ടാൽ ആകർഷിക്കുന്ന രൂപമില്ലാത്തവനായി മാറിയത്. പക്ഷേ ആ ക്രൂശിലെ ജയം ഞാൻ കൊണ്ടാടുന്നു. ഇന്ന് രാത്രി യേശുവേ, നീ എൻ്റെ രാജാവാണ്. യേശുവേ, നീ എൻ്റെ ദൈവമാണ്. യേശുവേ, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് നീ കാൽവറിയിൽ മരിച്ചത്. ആ പുണ്യാക രക്തത്താൽ പാപിയായി എന്നെ ഇന്ന് രാത്രി കഴുകണമേ. അത് നീ ഒന്ന് സമർപ്പിച്ചാൽ ആ രക്തം ഇന്ന് രാത്രി നിന്റെ മേൽ തളിക്കുന്ന രാത്രിയാ, നിന്നെ കഴുകുന്ന രാത്രിയാ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശുമെടുത്തുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പോകുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് പോകുന്ന യേശു ഗാഗുൽത്ത വരെ ചെല്ലുവാൻ കഴിവില്ലാത്തവനായി, കരുത്തില്ലാത്തവനായി പിടഞ്ഞു വീഴുമ്പോൾ വഴിയിൽ കൂടെ വന്ന ഒരു കുറേനക്കാരനായ വയലിൽ നിന്ന് വന്ന ശിമയോൻ ആ ക്രൂശിൽ പിടിച്ചു. യേശുവിന്റെ ഉള്ളിൽ ഒരു ആശ്വാസം. ഗാഗുൽത്ത വരെ അവൻ ആ ക്രൂശ് ചുമന്നു. പ്രതിഫലം അവന്റെ മക്കൾ രൂപോസും അലക്സാണ്ടറും കർത്താവിൽ പ്രസിദ്ധരായി. ഈ ക്രൂശ് നിന്റെ തലമുറയെ ഉയർത്തുന്നതാ. ഈ ക്രൂശ് നിന്റെ കുടുംബത്തിന്റെ അഡ്രസ് മാറ്റുന്നതാ. ഈ ക്രൂശ് നഷ്ടപ്പെട്ട മാന്യത മടക്കി തരുന്നതാ. ഈ ക്രൂശ് നിന്നെ ദേശത്ത് മാനിക്കുവാൻ ശക്തമാ. ഇന്ന് രാത്രി അതെ, ഈ യേശുവിനെ എന്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. ദൈവത്തിന്റെ ദാസൻ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. എന്റെ കുടുംബത്തിന്റെ ശാപങ്ങളൊന്ന് മാറട്ടെ, എന്റെ തലമുറയുടെ കെട്ടൊന്നഴിയട്ടെ. ക്രൂശിലെ വിടുതൽ എനിക്ക് അനുഭവിക്കണം എന്നകത്ത് തീരുമാനമുള്ളവിടെ കരമുയർത്തിയാൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങൾ സ്വർഗം കാണട്ടെ, ആ ഉയർത്തപ്പെട്ട കരങ്ങൾ സ്വർഗം കാണട്ടെ. ലജ്ജിക്കണ്ട. നീ കരമുയർത്തിയപ്പോൾ യേശുവിന്റെ ആണിപ്പുള്ള കരം നിന്നെ തൊടുന്ന രാത്രിയാ. നീ ഇവിടെ ഇരിക്കുമ്പോൾ നീ വിട്ടുപോന്ന കൂടാരത്തിൽ അവന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങുകയാ. ഒരു വിടുതലിനായിട്ട് നിന്റെ മുമ്പിൽ നാളുകളായി പിശാച് കൊട്ടിയടച്ച വഴികൾ നീ ഇവിടെ കരമുയർത്തിയപ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുന്ന രാത്രിയാ. വിശ്വസിത കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പോകുകയാ. ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഈ മൈതാനത്ത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാ. യെസ്, യെസ്, ഞാനത് ആത്മാവിൽ അറിയുന്നു. നിന്റെ സൗഖ്യം ഇപ്പോൾ നടക്കുകയാ. നിന്റെ വഴി ഇപ്പോൾ തുറക്കുകയാ. പിശാചു കെട്ടിയ കെട്ടിപ്പോൾ അഴിയുകയാ. ആ ആഭിചാര ബന്ധനം ഇപ്പോൾ തകരാൻ പോകുകയാ. നിന്റെ കുടുംബത്തെ നോക്കി ശപിച്ച ശാപത്തിന് കെട്ടഴിയാൻ പോകുകയാ. എന്റെ യേശുവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുകയാ. ഓ, യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്ന കരമുയർത്തിയവർ ഒരു നിമിഷം എഴുന്നേൽക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. സമയം പോയി എന്ന് എനിക്കറിയാമെങ്കിലും ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത രാത്രിയാ. നീ ഈ ഡേറ്റ് കുറിച്ച് വെച്ചോ. നീ മടങ്ങി ചെല്ലും മുമ്പേ നിന്റെ കൂടാരത്തിൽ ആ വിടുതൽ സംഭവിച്ച് നീ കാണുവാൻ പോകുകയാ. വിശ്വസിർ വേഗം എഴുന്നേറ്റാട്ടെ, വേഗം എഴുന്നേറ്റാട്ടെ. ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ, കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. യേശുവിൻ
യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവിന്റെ ആത്മാവിനാൽ ഇന്ന് രാത്രി ഈ മൈതാനത്ത് മാത്രമല്ല, ഈ ശബ്ദപരിധിക്കകത്ത് ഒരു വലിയ വിടുതൽ യേശുവിലൂടെ സംഭവിക്കുകയാ. ഹല്ലേലൂയ. കരമുയർത്തി അനേകർ എഴുന്നേൽക്കാൻ മടിക്കുന്നുണ്ട്. നീ മടിക്കണ്ട. കാൽവറിയിൽ പിടഞ്ഞു മരിച്ചവൻ, നിന്നേക്കാൾ സാധാരണക്കാരനായി ജനിച്ചത്, ഉലകത്തെ ഒരു കൈ കൊണ്ട് വൃത്തം വരച്ചവനാ, ആകാശത്തിന്റെ പരിമാണം കൈയുടെ ചാടുകൊണ്ട് അളന്നവനാ, ഭൂമിയിലെ വെള്ളത്തെ ഉള്ളംകൈ വഹിക്കുന്നവനാ, ഭൂമിയിലെ പൊടിയെ നാഴിയെ കൊള്ളിക്കുന്നവനാ, അലറുന്ന കടലിലെ തിരമാലയ്ക്ക് പൊടിമണ്ണോട് അതിരിട്ടവനാ. അവൻ ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങൾ രണ്ടും ഉയരട്ടെ, ആ കരങ്ങൾ രണ്ടും ഉയരട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ, കാൽവറിയിൽ പിടഞ്ഞു മരിച്ച നാഥന്റെ നാമത്തിൽ, കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ, ഓ ഹല്ലേലൂയ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉയർത്തപ്പെട്ട യേശുവിന്റെ നാമത്തിൽ, ഓ മനുഷ്യരാശി നോക്കി നിൽക്കേ, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെ മഹിമയുടെ വലഭാഗത്ത് ഇന്ന് ന്യായം വിധിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഈ ജനം ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ, ഈ ജനം ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ, ഈ ജനം ഇപ്പോൾ സൗഖ്യമാകട്ടെ. പിശാച് കൊട്ടിയടച്ച വഴി തുറക്കട്ടെ, എല്ലാ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ ശാപക്കെട്ടുകൾ അഴിയട്ടെ. നസ്രായന്റെ നാമത്തിൽ ഈ ജനത്തിന്മേൽ വിടുതലാകട്ടെ. ഈ ശബ്ദപരിധിയിൽ ഇന്ന് രാത്രി അങ്ങയുടെ നാമത്തിന്റെ വിടുതൽ ഓരോ കൂടാരങ്ങളിലേക്ക് ഒരു നദി ഒഴുകി ചെല്ലുന്നത് പോലെ ഇന്ന് നദി സമാധാനമായി, സന്തോഷമായി, വിടുതലായി ഒഴുകി ഇറങ്ങട്ടെ. ആ രക്തത്തിന്റെ ശക്തി ഈ ജനത്തെ കഴുകട്ടെ. അങ്ങ് വിടുതലയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. നാളെ ഇവിടെ കൺവെൻഷൻ ഇല്ല, നാളെ ഈ മൈതാനത്ത് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഗായകനില്ല. ഇന്ന് രാത്രി നമുക്ക് കൈയടിച്ച് പാടാനുള്ള രാത്രിയാ. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ചാടി എഴുന്നേറ്റ് രണ്ട് കരമടിച്ച് നൃത്തം ചെയ്തിരുന്ന രാത്രി ഈ നല്ല കർത്താവിനെ, കാൽവറിയിൽ പിടഞ്ഞു മരിച്ച യേശുവിനെ ഈ രാത്രി ശക്തിയോടെ ആരാധിക്കുവാൻ. ചൂടാരാല ശംധര